ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. SBJ കൂട്ടുകെട്ട് എന്ന നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്യാവസായിക അടിസ്ഥാനത്തിൽ എങ്ങനെ ചെറുതേൻ ഉൽപ്പാദിപ്പിക്കാമെന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ദയവായി നമ്മളെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം, അതൊന്ന് കാണുക. അതിൽ കയറി കണ്ടാലാണ് പാർട്ട് 2 എല്ലാവർക്കും മനസ്സിലാവുക. ഈ ബോക്സ് നമ്മളിന്ന് തുറന്നു നോക്കാൻ പോവാണ്. അതായത് മാതൃകോളിനിയെ ശല്യപ്പെടുത്താതെ നമുക്ക് ആവശ്യമുള്ള തേൻ മാത്രം എടുക്കാൻ മുട്ടയും പൂമ്പൊടിയും കുറച്ച് തേനും ഈ ബോക്സിനുള്ളിൽ ഉണ്ടാവും. ഇതാണ് നമ്മളെ ഹണി ചേമ്പർ. അതായത് തേൻ മാത്രമേ അതിനുള്ളിൽ ഉണ്ടാവും, വേറെ മുട്ടയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യം എന്താ, തേൻ മാത്രം. ഇവിടെ ഈ ഭാഗത്താണ് അതിൻ്റെ മുട്ടകളൊക്കെ ഉണ്ടാവുക, ആ ഭാഗത്ത് പൂമ്പൊടി കാര്യമുണ്ടാവും. പിന്നെ കുറച്ച് തേനും, കുറച്ചധികം തന്നെ തേനും ഇതിലുണ്ടാവും. അത് തേന് നമ്മൾ തീരെ എടുക്കണ്ട, പെട്ടെന്നുള്ള ഇപ്പോഴുള്ള കാലാവസ്ഥ വ്യത്യാസമൊക്കെ കൂടി തേനായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തേൻ മാത്രം എടുക്കാനാണ്. ഈ ബോക്സ് നമുക്ക് മെല്ലെ പതിയെ തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെല്ലെ ഈ ബോക്സിൻ്റെ സൈഡിൽ ഒരുപാട് മെഴുക് വെച്ച് അടച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ മെല്ലെ ഒന്ന് ഒരു കത്തി വെച്ച്, അതായത് വേറൊന്നും ചെയ്യേണ്ട, അടിയിലെ കൂടി ശല്യപ്പെടുത്താണ്ട് ഇളക്കാതെ തന്നെ ഈ കത്തി വെച്ച് മെല്ലെ ഹണി ചേമ്പർ മാത്രം തുറന്നാൽ മതി. മറ്റ് ഈച്ചകൾക്കൊന്നും ഒരുപാട് ശല്യം ആവാത്ത രീതിയിൽ മെല്ലെ തുറന്ന് നോക്കാം. ഈ കൂട് നമ്മൾ വെച്ചത് കറക്റ്റ് 28 ദിവസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 28 ദിവസമാണ് ഇന്നത്തേക്കാവുന്നത്. ഇന്നിപ്പോൾ മാർച്ച് 4-ാം തീയതിയാണ് ഈ ബോക്സ് തുറക്കുന്നത്. അപ്പോൾ എത്രത്തോളം തേൻ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും ഇതുകൊണ്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. ഈ തുറക്കുമ്പോൾ തന്നെ തേൻ പൊട്ടി ഒലിക്കുകയാണ്. ഈ ബോക്സിൽ മുക്കാ ഭാഗം തന്നെ തേൻ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ബോക്സിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് തേനുണ്ട്. അപ്പോൾ ഏകദേശം മുക്കാ ഭാഗം തന്നെ ഉണ്ടാവും. മോൾ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിക്ക് നല്ല സ്വീറ്റായ ഹണി ഒലിച്ചിറങ്ങാണ്. അതായത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തേൻ ഒഴിക്കുന്നത്. കുറച്ച് പഴക്കം ചെന്ന തേനാണെങ്കിൽ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. ഇതിപ്പോൾ കട്ടി കുറയാൻ കാരണം നമ്മൾ കുറഞ്ഞ ദിവസം കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരുവിധ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇത് എത്രയും പെട്ടെന്ന് തന്നെ, സാധാരണ ഒരു ചെറുതേൻ കോളനി എടുത്തുകയാണെങ്കിൽ 200-300 ഗ്രാം മാത്രം തേന ഉണ്ടാവുക. ഇതിപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൂടിൻ്റെ മോൾ ഭാഗത്ത് ഇത്രത്തോളം തേന് അവിടെ ഉണ്ട്. പോരാത്തതിന് ബോക്സിലും കുറേ തേനുണ്ട്. ആ ബോക്സിൻ്റെ ഒരു മുക്കാ ഭാഗം തന്നെ നമുക്ക് തേൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തേനൊന്ന് നമുക്ക് മെല്ലെ എടുത്തു നോക്കാം. അതിന് നമുക്കൊരു കത്തി ഉപയോഗിച്ച് മെല്ലെ ചെത്തിയെടുത്താൽ മതി, ഓറ് പൊട്ടി ഒലിക്കാതെ. വാ, ഏതാ തേനല്ലേ, അടയോട് കൂടി തന്നെ എടുക്കുന്നുണ്ട്. ബോക്സ് ഒന്ന് മൊത്തമായിട്ട് പൊട്ടി ഒലിക്കാൻ നമ്മൾ മെല്ലെ ബോക്സ് എടുത്ത് അതിൻ്റെ മോൾ ഭാഗത്തുള്ള ആ തേനും കൂടി മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ സെൻറ്ററിലൊരു ഹോൾസ് ഉണ്ടല്ലേ, ആ ഹോൾസിൽ കൂടെ നമുക്ക് മുട്ട കാണാം. ആ കൂടി നമ്മൾ തൊടുന്നില്ല. നമുക്ക് ഇത്രത്തോളം തേൻ കിട്ടിയിട്ടുണ്ട്. തേനിപ്പോൾ അത് പുറത്ത് കാണുന്ന മാത്രമല്ല, ആ കൂടിനുള്ളിൽ മൊത്തം നമുക്ക് അത് വെയിൽ കൊള്ളിച്ച് ചൂടാക്കി മെഴുകി ഉരുക്കിയിട്ട് എടുക്കാനുള്ളതാണ്. എടുത്തതാണ് നമ്മൾ റൂമിലെത്തി. ആദ്യം തന്നെ മോനൊന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളിച്ച് ഏകദേശം തേനൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അത് ഒരു ഇരുമ്പിന് അരിപ്പ വെച്ച് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം. ചില്ലിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. ആ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം. ഇത്രത്തോളം തേനാണ് നമുക്ക് ഒറ്റ എടുപ്പ് കിട്ടിയത് ഒരു ബോക്സിൽ. അതായത് ഒരു കുപ്പീൻ്റെ 3/4 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിൻ്റെ ഭാഗം അതിലുണ്ടായിരുന്നു. ഇനി ഈ വീഡിയോ കാണുന്ന മാന്യമായ എല്ലാ ആൾക്കാരോടും ഒരേ ഒരു റിക്വസ്റ്റ്, അതായത് നമ്മളെ ചാനലിൽ ഒരുപാട് വ്യൂസ് ഉണ്ട്, എല്ലാവർക്കും തന്നെ നന്ദി. നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് അറിയാൻ പറ്റി. അപ്പോൾ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി കമൻ്റ് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വീഡിയോ ഇടാൻ, ഇനിയും തുടർന്നുള്ള വീഡിയോകൾ ഇടാൻ എനിക്കത് പ്രയോജനമാവുകയും എനിക്കൊരു ഉപകാരമാവുകയും ചെയ്യും. നിങ്ങളിലേക്ക് അറിവ് എത്തിക്കാൻ ഒന്നുകൂടെ ഒരു പ്രോത്സാഹനമാവും. അപ്പോൾ കാണുന്ന എല്ലാ ആൾക്കാരും തന്നെ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് നമുക്ക് ഇത്രത്തോളം തേനാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അതായത് ഒരു അര കിലോൻ്റെ മുകളിൽ തന്നെ തേൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കൂട്. ആണിച്ചേമ്പറൊക്കെ അതേപോലെ തന്നെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തേന് ഒലിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഉറുമ്പുകൾ വന്ന് പെട്ടെന്ന് തന്നെ കൂട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു ചോക്ക് എടുത്തിട്ട് ഉറുമ്പ് വരാതിരിക്കാനുള്ള ചോക്ക് എടുത്ത് നമ്മൾ ആ കൂട് വെച്ചതിൻ്റെ അങ്ങോട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം ഈ ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.